സർ നമസ്കാരം. നമസ്തേ ഐശ്വര്യ. സർ, രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ കേസിൽ ഇന്നലെ ജാമ്യം നിഷേധിച്ചുകൊണ്ട് കോടതി പുറപ്പെടുവിച്ച ഒരു വിധിന്യായമുണ്ട്. അപ്പോ കഴിഞ്ഞ ദിവസത്തെ ചർച്ചകളിൽ വരെ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം കിട്ടാനുള്ള സാധ്യതകളെ കുറിച്ചാണ്. പക്ഷെ ഇന്നലെ കോടതിയുടെ വിധിന്യായം പലരെയും ഞെട്ടിച്ചുകൊണ്ടുള്ളതാണ്. അപ്പോ ഈ ഒരു വിധിന്യായത്തെ എങ്ങനെയാണ് സർ നോക്കിക്കാണുന്നത്? അതായത് ഈ വിധിന്യായം നമ്മളൊരു നേരത്തെ പോലെ ഒരു പോസ്റ്റ്മോർട്ടം അനാലിസിസ് നടത്തുകയാണെങ്കിൽ ഒന്നല്ല ഒരുപാടിടത്ത് ഈ മജിസ്ട്രേറ്റ് തെറ്റ് കാണിച്ചിട്ടുണ്ട്. അത് ബോധപൂർവമുള്ള തെറ്റാണോ ഇഗ്നറൻസ് ഉള്ള തെറ്റാണോ എന്ന് എനിക്കറിയില്ല. പക്ഷെ നിയമപരമായിട്ട് നിയമവാഴ്ച നടപ്പിലാക്കുന്ന ഒരു സ്ഥലത്ത് ഇത്തരം തെറ്റുകൾ ചെയ്യുന്ന ഒരു വ്യക്തി ആ പോസ്റ്റിലിരിക്കാൻ അർഹതയാണെന്നുള്ള അടിസ്ഥാന ക്വസ്റ്റ്യൻ ഇവിടെ ഉണ്ട്. കാരണം എ ക്രൈം ഈസ് കമ്മിറ്റഡ് അഗൈൻസ്റ്റ് ദ സ്റ്റേറ്റ്. ഞാൻ ചില ക്രൈംസ്, ഉദാഹരണത്തിന് എൻ്റെ ഒരു ഡിഫോമേഷൻ കേസ് അല്ലെങ്കിൽ ചെക്ക് ഡിസോണർ ചെയ്യുന്ന ഇതിനകത്തൊക്കെ ഞാൻ പരാതി കൊടുക്കുന്നത് പഴയ CRPC എനിക്ക് തോന്നുന്നു സെക്ഷൻ 200 ആണ്. ഏതായാലും അതനുസരിച്ച് ഞാൻ പ്രൈവറ്റ് കംപ്ലൈന്റ് കൊടുക്കുന്നു. ആ കംപ്ലൈന്റിനെ ബേസ് ചെയ്ത് കോടതി ഉത്തരവിടുന്നു. എന്നിട്ടാണ് ഇതങ്ങനെ നടക്കുന്നത്. അപ്പം എന്റെ ബാധ്യതയാണ് ഇതിന്റെ തെളിവുകൾ കോടതിയിൽ മുമ്പിൽ ഹാജരാക്കുക എന്നുള്ളത്. പക്ഷെ റേപ്പ്, ഒരു ഡെക്കോയിറ്റ്, ഇതുപോലുള്ള ക്രൈം ഒക്കെ നടക്കുമ്പോൾ നമ്മൾ നോക്ക്, പോലീസ് അന്വേഷിക്കുന്നു, പോലീസ് തെളിവ് കണ്ടെത്തുന്നു. പോലീസ് എന്ന് പറഞ്ഞ സ്റ്റേറ്റിന്റെ പാർട്ടാണ്. പബ്ലിക് പ്രോസിക്യൂട്ടർ സ്റ്റേറ്റിന്റെ ഭാഗമാണ്. ആ പബ്ലിക് പ്രോസിക്യൂട്ടറാണ് കേസ് ആർഗ്യൂ ചെയ്യുന്നത്. എനിക്ക് വേണ്ടി ഞാനാണ് ഈ വേറൊരാൾ ചെയ്തൊരു കുറ്റകൃത്യത്തിന്റെ ഇര. എനിക്ക് വേണ്ടി സ്റ്റേറ്റ് തെളിവ് കണ്ടെത്തുന്നു, സ്റ്റേറ്റ് വാദിക്കുന്നു, അല്ലെ? അപ്പീൽ സ്റ്റേറ്റ് പോകുന്നു. വൈ? ബിക്കോസ് എ ക്രൈം ഈസ് കമ്മിറ്റഡ് അഗൈൻസ്റ്റ് ദ സ്റ്റേറ്റ്. അപ്പൊ ഒരു സ്റ്റേറ്റിനെതിരെ ക്രൈം ചെയ്യുമ്പോൾ ആ ക്രൈം അന്വേഷണവും എല്ലാം സ്റ്റേറ്റ് നടത്തുമ്പോൾ ഇതിന്റെ ജഡ്ജ്മെന്റ് എന്ന് പറയുന്നത് ആ വ്യക്തിയെ, ഇതിനകത്ത് വരുന്ന വ്യക്തിയെ ബാധിക്കും. അക്യൂസ്ഡ് ആയ പേഴ്സണെ വെറുതെ വിട്ടാലും ശിക്ഷിച്ചാലും അയാളെ ഡയറക്റ്റ് ആയിട്ട് ബാധിക്കും. പക്ഷെ അതിന്റെ ലാർജർ സെൻസിൽ അത് ആ സ്റ്റേറ്റിനെയാണ് ബാധിക്കുന്നത്, നിയമവാഴ്ചയാണ് ബാധിക്കുന്നത്. എ റോങ് ജഡ്ജ്മെന്റ് എന്ന് പറയുന്നത് ഒരു സ്റ്റേറ്റിനെയാണ് ബാധിക്കുന്നത്. ബിക്കോസ് ഇറ്റ്സ് ഓൾ ഡൺ ഓൺ ബിഹാഫ് ഓഫ് ദ സ്റ്റേറ്റ്. വ്യക്തി അല്ല ഇവിടെ കേസ് പരാജയമാണ് വ്യക്തി കൊടുക്കുന്നത്, ബാക്കി മുഴുവൻ സ്റ്റേറ്റാണ് ചെയ്യുന്നത്. അപ്പൊ അത്തരം സ്ഥലങ്ങളിൽ സ്റ്റേറ്റിന്റെ മെഷീനറിയുടെ ഭാഗമായ ജുഡീഷ്യറി, ഒരു ഉന്നത ഉദ്യോഗസ്ഥ, ഒരു മജിസ്ട്രേറ്റ്, അത്രയും ഉത്തരവാദിത്വം വേണം കാര്യങ്ങൾ കാണുന്നതിന്. ആ ഉത്തരവാദിത്വം ഈ ജഡ്ജ്മെന്റിന്റെ കാര്യത്തിൽ ഉണ്ടായിട്ടേ ഇല്ല. നമുക്ക് ഒന്നൊന്നായിട്ട് അനലൈസ് ചെയ്യാം. ഇത് ഈ കേസിന്റെ നമ്പർ ഒക്കെ 16/1 ഇത് കേൾക്കുന്നത്, 17 ജഡ്ജ്മെന്റ് കൊടുക്കുന്നു. അതിൽ എന്റെ ഓർഡറിന്റെ ആദ്യത്തെ പാരയിൽ തന്നെ നോക്കാം. ദിസ് ഈസ് എൻ ആപ്ലിക്കേഷൻ ഫോർ ബെയിൽ ഫൈൽഡ് ബൈ ദ കൗൺസിലർ ഫോർ പെറ്റീഷൻ ഓർ അക്യൂസ്ഡ് എക്സെട്രാ എക്സെട്രാ. ഒഫൻസസ് അലിജ്ഡ് അഗൈൻസ്റ്റ് ദ പെറ്റീഷണർ ഈസ് അണ്ടർ സെക്ഷൻ 376 and 506 വിത്തിൻ ബ്രാക്കറ്റ് 1 of IPC. അപ്പൊ ഇതിനകത്ത് ഈ മജിസ്ട്രേറ്റ് ഫസ്റ്റ് ലൈനിൽ തന്നെ 1-2 മിസ്റ്റേക്ക് വരുന്നുണ്ട്. ഒന്ന്, ഒരു ഗ്രാമാറ്റിക്കലാണ്. അതായത് ഒഫൻസസ് എന്ന് പറയുന്നത് പ്ലൂറൽ ആണ്. അപ്പൊ അലിജ്ഡ് അഗൈൻസ്റ്റ് പെറ്റീഷണർ ഈസ് അല്ല, പെറ്റീഷണർ ആണ്. സബ്ജക്ട് വെർബ് എഗ്രിമെന്റ് ഇംഗ്ലീഷിൽ ഉണ്ടാകണം. പോട്ടെ, ആദ്യത്തെ ഒരു മജിസ്ട്രേറ്റിന് അത്ര ഒന്നും അറിയണമെന്നില്ല. പക്ഷെ മജിസ്ട്രേറ്റ് നിയമം അറിഞ്ഞാൽ മതി, ഭാഷ അറിയണമെന്നില്ല. അപ്പൊ നമ്മൾ പല സുപ്രീം കോടതിയിലെ ജഡ്ജസ്മാര് വരെ പല ജഡ്ജ്മെന്റും വായിക്കുകയാണെങ്കിൽ നമുക്ക് ചിലപ്പോൾ ചിരി വരും. അവർ കാണിച്ചിരുന്ന ഗ്രാമാറ്റിക്കൽ ബ്ലണ്ടേഴ്സ്. പക്ഷെ അത് ഇൻസിഗ്നിഫിക്കന്റ് ആണ്. അവിടെ നിയമത്തിനോടുള്ള അവരുടെ കാഴ്ചപ്പാട്, അതിന്റെ വ്യാഖ്യാനം, അതൊക്കെയാണ് നമ്മൾ ഇമ്പോർട്ടന്റ്. ഇപ്പൊ ഒരു ഡോക്ടറാണ്, ഡോക്ടർ ഇംഗ്ലീഷ് പറയുമ്പോൾ ഒരു ഇംഗ്ലീഷ് പ്രൊഫസറെ പോലെ ഇരിക്കണമെന്നില്ല. ബട്ട് ദാറ്റ് ഇസ് മാറ്റർ. അത് നമുക്ക് ഇവിടെ അതുകൊണ്ട് ഇത് നമുക്ക് ഇഗ്നോർ ചെയ്യാം. പക്ഷെ തൊട്ടടുത്തതിനകത്ത് എന്താണ് പറയുന്നത്? തൊട്ടടുത്തതിനകത്ത് പറഞ്ഞത് ലേണഡ് ജഡ്ജ് ഒഫൻസസ് അലിഗ്ഡ് അണ്ടർ സെക്ഷൻ 376 and 506 ബ്രാക്കറ്റ് 1 of IPC എന്നുള്ളതാണ് പറയുന്നത്. എഴുതിയിരുന്ന അണ്ടർ സെക്ഷൻ 376. ഇതൊരു ഗ്രേവ് എറർ ആണ്. കാരണം IPC 306 എന്ന് പറഞ്ഞാൽ പണിഷ്മെന്റ് ഫോർ റേപ്പ് ആണ്. ഒഫൻസ് ഈസ് IPC 305. സോറി 375. 305 375 ഉള്ള കുറ്റമാണ് റേപ്പ്. അതിനുള്ള ശിക്ഷയാണ് 376 പറയുന്നത്. മനസ്സിലായി? ഇവര് പറഞ്ഞ ലേണഡ് ഒഫൻസസ് അലിഗ്ഡ് ഈസ് അണ്ടർ സെക്ഷൻ 376 and 506. 506 വന്നെന്ന് പറഞ്ഞാൽ ക്രിമിനൽ ഇന്റിമിഡേഷൻ ആണ്, അത് ഒഫൻസ് ആണ്.
376 എന്ന ഒഫൻസ് അല്ല, പണിഷ്മെന്റ് ആണ്. അതെ, പണിഷ്മെന്റ് ആണ്. അപ്പൊ അതാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇത് നമുക്ക് ടൈപ്പോഗ്രഫിക്കൽ എറർ ആണ് എന്ന് പറഞ്ഞ് നമുക്ക് ഇഗ്നോർ ചെയ്യാം. പക്ഷെ പാര 4 വരുമ്പം വീണ്ടും റിപ്പീറ്റ്, പെറ്റീഷണർ ഹാഡ് ഓൾസോ ഫയൽഡ് അഡീഷണൽ ഗ്രൗണ്ട്സ് സ്റ്റേറ്റിംഗ് ദാറ്റ് മിയർ രജിസ്ട്രേഷൻ ഓഫ് എൻ ഒഫൻസ് അണ്ടർ സെക്ഷൻ 376 IPC എന്നിങ്ങനെ പറയുകയാണ്. അവിടെ അവർ 376 IPC എന്നാണ് പറയുന്നത് പാര 4ലും. It should have been 375. 376 is punishment, offense അല്ല. Okay. ഇനി ആ പാര ഞാൻ വീണ്ടും കോട്ട് ചെയ്യാണ്. The petitioner has also filed additional grounds stating that mere registration of an offense under section 376 of IPS, കണ്ടോ, 375 ആണ്. അവിടെ വീണ്ടും does not by itself create reasonable grounds etc എന്ന് പറയുന്നു. അവിടെയും അത് മിസ്റ്റേക്ക്. ഇതൊക്കെ നമുക്ക് പോട്ടെ, സെക്ഷൻ മാറിപ്പോയി, അതൊക്കെ അങ്ങ് വിട്ടുകളയാം. പക്ഷെ അതിനേക്കാൾ സീരിയസ് എറേഴ്സ് ഉണ്ട് ജഡ്ജ്മെന്റിൽ. എന്നു വെച്ചാൽ ബേസിക് എന്താണ് പെറ്റീഷണേഴ്സിന്റെ ആർഗ്യുമെന്റ് ആണ്. The victim had not signed the FIS, first information statement, which was an electronic communication, within 3 days, and the mandatory medical examination of victim as envisaged under section 184 subsection 1 of BNSS 2023 was not conducted in the instant. രണ്ടെണ്ണമാണ്. ഒന്ന്, ഇലക്ട്രോണിക് കമ്മ്യൂണിക്കേഷൻ വഴി കൊടുക്കുകയാണെങ്കിൽ അതിന് 3 ദിവസത്തിനകം അത് നമ്മൾ സൈൻ ചെയ്ത് മേടിക്കണം ആ വ്യക്തിയുടെ നിന്ന്. 2, ഈ വിക്ടിമിനെ മെഡിക്കൽ എക്സാമിനേഷന് കൊണ്ടുപോയിരിക്കണം. ഈ രണ്ടെണ്ണമാണ്. അല്ല, നമുക്ക് ആദ്യം മെഡിക്കൽ എക്സാമിനേഷന് കൊണ്ടുപോയതിന്റെ കാര്യം ആദ്യം പറയാം. എന്തിനാണ്? അപ്പൊ എന്തിനാണെന്ന് പറയുകയാണെങ്കിൽ മെഡിക്കൽ എക്സാമിനേഷൻ ഓഫ് ദ വിക്ടിം ഇൻ കേസസ് ടു അറ്റംപ്റ്റ് ടു കമ്മിറ്റ് റേപ്പ്, അതൊക്കെ നമ്മൾ ഇമ്മീഡിയറ്റ് ആയിട്ട് ചെയ്തിരിക്കണം. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഒരു റേപ്പ് നടന്നു കഴിഞ്ഞാൽ ആ വിക്ടിം ഈ ചെയ്ത ആളെ ശിക്ഷിക്കണം എന്നുണ്ടെങ്കിൽ ആ ക്രൈം നടന്നതായിട്ട് തെളിഞ്ഞിരിക്കണം. അവർ പറഞ്ഞാൽ മാത്രം പോരാ. അപ്പൊ ആ വ്യക്തിയെ ഇമ്മീഡിയറ്റ് ആയിട്ട് മെഡിക്കൽ ചെക്കപ്പിന് കൊണ്ടുപോവുകയാണെങ്കിൽ അവര് റേപ്ഡ് ആണോ എന്നറിയാൻ നോക്കും. അത് 2-3 ദിവസം അല്ലെങ്കിൽ 4-5 ദിവസം കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ വലിയ മുറിവുകളൊന്നും ഇല്ലെങ്കിൽ അതൊന്നും അറിയാൻ ഒക്കില്ല. അപ്പൊ അത് അറിയണം എന്നുള്ളത് പ്രധാനപ്പെട്ടതാണ്. എന്തിനാണ്? സ്റ്റേറ്റിനെതിരെ ഒരു ക്രൈം നടത്തിയിരിക്കുന്നു. അപ്പൊ ആ ക്രൈം നടത്തിയ വ്യക്തികൾക്ക് സ്റ്റേറ്റ് ശിക്ഷ മേടിച്ചു കൊടുക്കുന്നു. ഇതാണ് പ്രോസസ്. അപ്പോൾ ആ സ്റ്റേറ്റ് അതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുകയാണ്. പോലീസ് പെട്ടെന്ന് ആ വ്യക്തിയെ കൊണ്ടുപോയിട്ട് സ്ത്രീകളായ ഡോക്ടർ പരിശോധന, അതിന്റെ കുറേ അതിന്റെ സ്റ്റാൻഡേർഡ് എന്താണ് ഓപ്പറേഷൻ മാനുവൽ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എടുത്ത ഒരു ബെഡിൽ അത് 2018 പിണറായി വിജയന്റെ ഇതൊക്കെ ഉണ്ട്. മുഖ്യമന്ത്രിയുടെ ഒരു ഗസറ്റ് ഓർഡർ ഒക്കെ ഉണ്ട്. ആ കട്ടിലിന് എത്ര ഹൈറ്റ് വേണം, അത് ചരിഞ്ഞിരിക്കണം, അതിനകത്ത് എത്ര വേണം, ഇങ്ങനെയൊക്കെ മൈന്യൂട്ട് കാര്യങ്ങൾ. ഇത് മുഴുവൻ ഈ വിക്ടിമിന്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ്. അവർക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകരുത്. അതിനുവേണ്ടി ഡീറ്റെയിൽ ആയിട്ടുള്ള സാധനങ്ങളാണ് ചെയ്യുന്നത്. പക്ഷെ ഇവിടെ നമുക്കൊരു 2 വർഷം കഴിഞ്ഞാൽ ഇതിന്റെ തെളിവ് എന്തെങ്കിലും കാണുമോ? അത് മെഡിക്കലി പറയണത് നോ. എ മെഡിക്കൽ എക്സാമിനേഷൻ 2 years after the suspected rape is highly unlikely to detect direct physical evidence like semen or DNA, as such biological traces degrade quickly within days. എന്തുകൊണ്ടാണ്? ഒന്ന്, ബയോളജിക്കൽ ഡീക്കേ വരാം, സ്പേം, സലൈവ് ആൻഡ് അതായത് ബയോളജിക്കൽ സാമ്പിൾസ് ജനറലി ലാസ്റ്റ് ഓൺലി എ ഫ്യൂ ഡേയ്സ് ഓൺ ദ ബോഡി വിത്ത് ദ ബെസ്റ്റ്. അതുകൊണ്ടാണ് മാക്സിമം 72 hours കാണുള്ളൂ. 2, നമ്മൾ കുളിക്കുകയോ ഹൈജീൻ നമ്മുടെ ആക്ടിവിറ്റിയിൽ കൊടുക്കേണ്ട ഇതെല്ലാം ഇല്ലാതായിപ്പോ. അതുകൊണ്ടാണ് ഈ എന്താണ് പെട്ടെന്ന് ഈ വിക്ടിമിനെ മെഡിക്കൽ അത് ഒരു എന്താണ് ചട്ടമല്ല. അതൊരു ചട്ടം അനുസരിക്കേണ്ട ചട്ടമല്ല. അത് നിയമം നടപ്പിലാക്കേണ്ട ചില ബാധ്യതകളാണ്. എങ്കിലേ ഈ നിയമം നടപ്പിലാക്കപ്പെടുകയുള്ളൂ. അതുകൊണ്ടാണ് ഒരു പ്രശ്നം വന്നാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് പരാതിപ്പെടുന്നു. ആ പരാതിപ്പെട്ട് കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് ആ കുറ്റകൃത്യം പ്രൂവ് ചെയ്യാനുള്ള വഴികളിലേക്ക് പോലീസ് പോണം. അതാണ് ഇതിന്റെ കാര്യങ്ങൾ പറയുന്നത്. അപ്പൊ അങ്ങനെ അതിന്റെ പഴയ നിയമത്തിൽ 1860 IPC അനുസരിച്ച് അന്ന് നമുക്ക് ഇലക്ട്രോണിക് കമ്മ്യൂണിക്കേഷൻ ഒരു സാധനം ഇല്ല. അപ്പോൾ അതുകൂടെ ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ BNS-നകത്ത് ഈ ഇങ്ങനെ ഇലക്ട്രോണിക് പരാതി കൊടുത്താൽ മതി എന്ന് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ പരാതി കൊടുക്കുമ്പോൾ ആ പരാതി അത് കഴിഞ്ഞിട്ട് ഇപ്പൊ നമുക്ക് കുറച്ച് ദൂരെയാണ്,
നമ്മൾ പെട്ടെന്ന് പരാതി കൊടുക്കും, നമ്മൾക്കത് പ്രൊസീഡ് ചെയ്യണം എന്ന ആഗ്രഹമുണ്ടെങ്കിൽ നമ്മൾ വിത്തിൻ 3 days നമ്മൾ അവിടെ വന്നിട്ട് ഇത് രേഖാമൂലം ഒപ്പിട്ട് കൊടുക്കുകയും പിന്നെ ഉടനെ തന്നെ തുടർന്നുള്ള നടപടി, അതായത് ഇവരെ മെഡിക്കൽ ചെക്കിന് കൊണ്ടുപോവുകയും മജിസ്ട്രേറ്റ് ബിൽ 164 സ്റ്റേറ്റ്മെന്റ് എടുക്കാൻ കൊണ്ടുവൊക്കെ വേണം. ആ പ്രോസസ് നടക്കണം. പണ്ട് ദൂരെയാണെങ്കിൽ ചെയ്യാൻ ഒക്കില്ല. ഇപ്പൊ ദൂരെയാണെങ്കിൽ നിങ്ങൾ ആദ്യം ഇത് കൊടുക്കുക, കമ്മ്യൂണിക്കേഷൻ കൊടുക്കുക, ദെൻ യു കം വിത്തിൻ 3 days എന്നുള്ളതാണ് ഈ പറയണത്. അപ്പം ഇതിനകത്ത് പറയുന്ന ഇവര് ഉത്തരവിൽ പറയുന്നത് എന്താണ്, പെറ്റീഷണർ ഹാഡ് ആൾസോ canvassed the argument that victim had not signed the FIS within 3 days as mandated by section 173 subsection 1 within brackets 2 of BNSS. എന്നിട്ട് ജഡ്ജിന്റെ അതാണ് ഏറ്റവും. However, the implications of not signing the statement within 3 days is not provided anywhere in the BNSS. മനസ്സിലായോ? ഓക്കെ. അതായത് ഇത് ഷാൽ എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം എന്നുള്ളത് ഈ മജിസ്ട്രേറ്റ് പറഞ്ഞ ഷാൽ ഡു ഇറ്റ് എന്ന് പറയുകയാണെങ്കിൽ ഇറ്റ് ഈസ് മാൻഡേറ്ററി, ഷാൽ ഡു ഇറ്റ്, വേറെ ഒന്നുമില്ല. ഇറ്റ് ഷാൽ ബി സൈൻഡ് എന്നാണ് പറയണത്. അപ്പൊ ഷാൽ എന്ന് പറഞ്ഞാൽ ഈ ഉത്തരം എന്താണ്, ചെയ്തിരിക്കണം, മസ്റ്റാണ്. അതെ. അപ്പൊ അത് അല്ലെങ്കിൽ അതിന് വാലിഡിറ്റി ഇല്ലാതായപ്പോ, കാരണം ഇറ്റ് ഈസ് മാൻഡേറ്ററി, ഇറ്റ് ഈസ് മാൻഡേറ്ററി. ആ മാൻഡേറ്ററി ആയ കാര്യം ചെയ്തിരിക്കണം. അതിന് ഇവർക്ക് അപ്പൊ ഇതിനകത്ത് ചെയ്തില്ലെങ്കിൽ എന്ത് ചെയ്യണം എന്ന് BNSS ഒരിടത്തും പറയുന്നില്ല. ഇന്ന് മജിസ്ട്രേറ്റും ഇന്നത് ചെയ്യണമെന്ന് ഒരു ഉത്തരവ് പറയുമ്പോൾ ചെയ്തില്ലെങ്കിൽ എന്ത് എന്നുള്ളത് എവിടെയാ പറയുന്നത്? അത് നമ്മൾ കുറ്റം ചെയ്യുമ്പോഴല്ലേ നമുക്ക് കുറ്റത്തിന് ശിക്ഷ വരുന്നത്. നമ്മളൊരു ചട്ടം ഉണ്ടാക്കുമ്പം ആ ചട്ടം പാലിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കണേ. ഈ ചട്ടം ഞാൻ പാലിച്ചില്ലെങ്കിൽ എന്ത് ചെയ്യണം? ജോലിയിൽ പിരിച്ചുവിടണതാണ്. അതല്ലേ ചെയ്യണ്ടേ? അതെ. ഒരു ചട്ടമുണ്ടെങ്കിൽ ആ ചട്ടം പാലിക്കാൻ ഉദ്യോഗസ്ഥർ ബാധ്യസ്ഥരാണ്. ആ ചട്ടം പാലിച്ചില്ലെങ്കിൽ എന്ത് ചെയ്യണം എന്നുള്ള നിയമത്തിൽ പറയുന്നില്ല എന്ന് പറഞ്ഞാൽ എന്തൊരു സ്റ്റുപ്പിഡ് റിഡിക്കുലസ് ആർഗ്യുമെന്റ് ആണ്. അങ്ങനെ ആർഗ്യുമെന്റ് നടത്തുമ്പോൾ എന്താണ്, ഒരാൾ ജയിലിനകത്തായി പോകുന്നു. അയാൾ കുറ്റം ചെയ്തോ ഇല്ലയോ എന്നുള്ളത് രണ്ട്. നമ്മുടെ ബേസിക് എന്താണ്, അൺലെസ് പ്രൂവ്ഡ് ഗിൽറ്റി എവരി അക്യൂസ്ഡ് പേഴ്സൺ ഈസ് പ്രിസ്യൂംഡ് നോട്ട് ഗിൽറ്റി, ഇന്നസെന്റ്. അയാൾ ശിക്ഷിക്കപ്പെടുന്നവരെ ഒരു പ്രതി ഇന്നസെന്റ് ആയിട്ടാണ് അയാളെ കാണുന്നത്, അല്ലേ? ആ നിയമം ഉള്ളപ്പോഴാണ് ഈ എഴുതി വച്ചിരിക്കുന്ന ചട്ടങ്ങളും നിയമങ്ങളും മുഴുവൻ ലംഘിച്ചുകൊണ്ട് അവർക്ക് വാക്കുകളുടെ അർത്ഥം അറിഞ്ഞുകൂടാതെ അവരെല്ലാം ചെയ്തിരിക്കുന്നത്. ഇതിനകത്ത് അപ്പം നമ്മൾ നോക്കും 173 ഓഫ് ഭാരതീയ നാഗരിക് സുരക്ഷാ സമിതി 2023 അതനുസരിച്ച് പറയുന്നത് എന്താണ്, അതാണ് എവറി ഇൻഫർമേഷൻ relating to the commission of cognizable offense irrespective of the area where the offense is committed. പണ്ട് എങ്ങനെയാണ് നമ്മളിപ്പോൾ നമ്മുടെ ജൂറിസ്ഡിക്ഷൻ ഉള്ളിടത്ത് കേസ് കൊടുക്കാനൊക്കെ ഉള്ളൂ. ഇപ്പൊ തിരുവനന്തപുരത്ത് നടക്കുന്ന ഒരു ക്രൈമിന് എനിക്ക് കോഴിക്കോട് കൊണ്ട് കൊടുക്കാൻ ഒക്കില്ല. അതൊക്കെ ഇപ്പൊ മാറ്റിയിട്ട് നിങ്ങൾ എവിടെ താമസിച്ചാലും യു ക്യാൻ ലോഞ്ച് എ കംപ്ലൈന്റ്. അത് നമ്മളെ സഹായിക്കാനാണ്, വിക്ടിമിനെ സഹായിക്കാനാണ്. മേ ബി ഗിവൺ ഓറലി ഓർ ബൈ ഇലക്ട്രോണിക് കമ്മ്യൂണിക്കേഷൻ ഓഫീസർ ഇൻ ചാർജ് ഓഫ് ദ പോലീസ് സ്റ്റേഷൻ ആൻഡ് if given orally, it shall be reduced to writing by him or under his direction and be read over to the informant. And every such information, whether given in writing or reduced to writing as aforesaid, shall be signed by the person giving it. If by electronic communication, it shall be taken on record by him on being signed within 3 days by the person signing it. ഇവിടെയാണ് ഷാലിന്റെ അർത്ഥം പറയുന്നത് മാൻഡേറ്ററി ആണ്. Magistrate cannot afford not to understand the meaning of words. Especially such a misunderstanding would put someone behind the bar. അവർക്ക് നോട്ടീസ് അല്ല, നമ്മൾ വാക്കുകൾ അർത്ഥം അറിയാതെ ഒരാളുടെ ജീവിതം കട്ടപ്പുകയാക്കാനായിട്ട് എന്താ റൈറ്റ് ഉള്ളത്? ഇനി നമുക്കിങ്ങനെ ഇതിനെക്കുറിച്ചൊരു പുതിയ നിയമമാണല്ലോ, ഇതിനെക്കുറിച്ചുള്ള സുപ്രീം കോടതികളുടെ വ്യാഖ്യാനങ്ങളൊന്നും വന്നിട്ടില്ല. വ്യാഖ്യാനങ്ങൾ എപ്പോഴാണ് വരുന്നതെന്ന് കൂടെ നോക്കണം. ലോവർ കോടതികൾ സാധാരണ അങ്ങനെ വ്യാഖ്യാനം ഒന്നും നടത്താനൊന്നും പോവില്ല. പ്രത്യേകിച്ച് പറയണത് courts generally only step into interpret when the language is not clear, when there is ambiguity. ഇപ്പോഴാണ് ambiguity ഉള്ളപ്പോഴാണ് അത് വ്യാഖ്യാനം കൊടുക്കുന്നത്. അതേസമയം പീനൽ ആൻഡ് ടാക്സ് പീനൽ കേസ് എന്ന് യൂഷ്വലി ഇന്റർപ്രറ്റഡ് സ്ട്രിക്ട്ലി. അതാ എഴുതി വെച്ചതിനനുസരിച്ച് എന്താണ് ഫേവറിംഗ് ദ സബ്ജക്ട് ഓർ ദ ഡിഫൻഡന്റ്. മനസ്സിലായോ? ഡിഫൻഡന്റ് എന്നാണ് ഇവിടുത്തെ ആരാണ്? രാഹുൽ മാങ്കുട്ടാണ്. അപ്പൊ ഇത്തരം കാര്യങ്ങൾ ഷുഡ് ബി ഇന്റർപ്രറ്റഡ് സ്ട്രിക്ട്ലി. അതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് മാറാൻ കഴിയത്തില്ല. ബ്രാക്കറ്റിൽ ഫേവറിംഗ് ദ ഡിഫൻഡന്റ്, ഇഫ് ഇറ്റ് ഈസ് ഫേവറിംഗ് ദ ഡിഫൻഡന്റ്.
അപ്പൊ നമുക്ക് തോന്നിയാൽ വ്യാഖ്യാനിക്കാൻ നോക്കൂല. ഇനി എപ്പോഴൊക്കെ വ്യാഖ്യാനിക്കാം എന്നുള്ളതിനെ കുറിച്ച് സുപ്രീം കോടതി ഉത്തരവുണ്ട്. അവർ പറയണത് ആൻ ആക്ട് ഷുഡ് ബി ഡൺ ഇൻ ദ മാനർ പ്രിസ്ക്രൈബ്ഡ് ഓർ നോട്ട് അറ്റ് ഓൾ. ഒന്നുകിൽ ആ പറഞ്ഞ പോലെ ചെയ്യുക, അല്ലെ ചെയ്യാതിരിക്കുക. അത് രാമചന്ദ്ര കേശവ് ആപ്കെ വേഴ്സസ് ഗോവിന്ദ ടോട്ടി ചാവരെ എന്നുള്ളത് 1975 3 ജഡ്ജിന്റെ ഡിസിഷനാണത്. ഇനി പവർ മസ്റ്റ് ബി എക്സസൈസ് ഇൻ ദ മാനർ പ്രിസ്ക്രൈബ്ഡ് ബൈ ലോ. Where a law requires a thing to be done in a certain manner, it has to be done in that manner or not at all. A power must be exercised in the manner provided by law. അത് ധാരാളം കേസിൽ ധനരാജ് റെഡ്ഡി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കർണാടകയിലുണ്ട്, സ്റ്റേറ്റ് ഓഫ് UP വേഴ്സസ് സിംഗാരാജ് സിംഗ്, അത് ആ കേസിനകത്തുണ്ട്. ഇതെല്ലാം അപ്പൊ ഈ രണ്ടാമത്തെ സ്റ്റേറ്റ് ഓഫ് UP വേഴ്സസ് സിംഗാര എന്ന് പറയുന്നത് ഏറ്റവും രസം എന്നറിയാമോ? ഇറ്റ് വാസ് എ കേസ് വെർ ദ മജിസ്ട്രേറ്റ് ഹാഡ് നോട്ട് ഒബ്റ്റെയിൻഡ് ദ സിഗ്നേച്ചർ ഓഫ് ദ അക്യൂസ്ഡ് on his confessional statement recorded under 164 subsection 4 of CRPC. ഒരു അക്യൂസ്ഡിന്റെ കൺഫെഷണൽ സ്റ്റേറ്റ്മെന്റ് മജിസ്ട്രേറ്റ് റെക്കോർഡ് ചെയ്തിട്ട് അതില് ആ അക്യൂസ്ഡിന്റെ ഒപ്പ് മേടിച്ചിട്ടില്ല എന്ന് പറയണത് തെറ്റാണ് എന്ന് സുപ്രീം കോടതി പറയണം. മനസ്സിലായോ? The rule says that when you take a statement of the accused under 164 subsection 4, it needs to be signed by that person. അത് തന്നെയല്ലേ ഇവിടെ വന്നിരിക്കുന്നത്. അതുപോലെ തന്നെയല്ലേ ഇഫ് യു ലോഞ്ച് എ കംപ്ലൈന്റ് ത്രൂ ഇലക്ട്രോണിക് മീഡിയ, ഇറ്റ് നീഡ്സ് ടു ബി സൈൻഡ് വിത്തിൻ 3 days എന്ന് പറയുകയാണെങ്കിൽ അതിന് വേറെ എന്തിനാ പോണത്? അത് ക്ലിയർ അല്ലേ? അതെ, തീർച്ചയായും അത്രയും ക്ലാരിറ്റി അല്ലേ? എന്തിനാ അതിന് വേറെ പോകുന്നത്? ധാരാളം കേസുകളുണ്ട്. ഇപ്പൊ ധനഞ്ജയ് റെഡ്ഡി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കർണാടക ഉണ്ട്, രാമചന്ദ്ര കേശവ് അധ്യേ വേഴ്സസ് ഗോവിന്ദ ഉണ്ട്, പിന്നെ ജയലളിത വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കർണാടക 2014 ഉണ്ട്. അതായത് തിങ് മസ്റ്റ് ബി ഡൺ ഇൻ ദ മാനർ പ്രൊവൈഡഡ് ബൈ ദ സ്റ്റാറ്റ്യൂട്ട്. അതാ ചെയ്യേണ്ടത്. സ്റ്റേറ്റ് ഓഫ് കേരള വേഴ്സസ് കേരള റയർ മിനറൽ ലിമിറ്റഡ്, അതിന് അത്രയും ബെഞ്ചിന്റെ ഡിസിഷൻ ഉണ്ട്. ധാരാളം ഡിസിഷൻസ് ഉണ്ട്. സോ ഒരു ലേണഡ് മാജിസ്ട്രേറ്റ് ഷുഡ് ഹാവ് ഡൺ ഇൻ ദ മാനർ പ്രിസ്ക്രൈബ്ഡ് ബൈ ദ ലോ, അല്ലേ? അതെ, ഉറപ്പായിട്ടും. അത് അവർ ചെയ്തിട്ടില്ല അതിനകത്ത്. 2, ആന്റിസിപ്പേറ്ററി ബെയിൽ കൊടുക്കുമ്പോൾ പുള്ളിക്ക് ആന്റിസിപ്പേറ്ററി ബെയിൽ കൊടുക്കുക എന്നുള്ള നമ്മൾ നേരത്തെ പറഞ്ഞാണ്. ജസ്റ്റിസ് BV നാഗരത്നയുടെയും ഉജ്വൽ ഭുവന്റെയും ആ ഒരു കേസിനകത്ത് അവർ പറഞ്ഞ 2000 ജനുവരി 8 ജഡ്ജ്മെന്റ് വരുന്നത്. സോ 2026 ലേറ്റസ്റ്റ്. അതിനകത്ത് പറയാം കംപ്ലൈനന്റ് ഒരു മുംബൈയിലെ പ്രാക്ടീസിങ് അഡ്വക്കേറ്റ് ആണ്. അവര് പറയുന്നു അവരെ സെക്ഷലി എക്സ്പ്ലോയിറ്റ് ചെയ്ത ഒരാൾ, അയാൾ കാനഡയിലോ മറ്റോ ആണ്. അപ്പൊ അതിന് കേസ് കൊടുക്കുന്നു, BNSS കേസ് കൊടുക്കുന്നു. അപ്പൊ താഴത്തെ കോടതി അയാൾക്ക് ജാമ്യം കൊടുക്കുന്നില്ല, ഹൈക്കോടതി ജാമ്യം കൊടുക്കുന്നില്ല. അവസാനം സുപ്രീം കോടതി പോകുമ്പോൾ സുപ്രീം കോടതി ഡിസിഷൻ എടുക്കുകയാണ്. സെറ്റിംഗ് aside the High Court's order, the Supreme Court directed that in event of arrest, the appellant be released on bail upon furnishing cash security of ₹25,000 with the 2 sureties of the same amount. ഇതിൽ കോർട്ട് അതിനകത്ത് ഒബ്സർവ് ചെയ്യാണ്. കോർട്ട് ഒബ്സർവ് ദാറ്റ് personal relationships are complex and cannot always be criminalized when they break down. മനസ്സിലായോ? The court observed that the personal relations are complex and cannot always be criminalized when they break down. സുപ്രീം കോടതി അപ്രോച്ച് എന്ന് പറയുകയാണെങ്കിൽ റേപ്പ് കേസ് ഓൺ ഫാൾസ് പ്രോമിസ് ഓഫ് മാരേജ് മസ്റ്റ് ബി ജഡ്ജ് വിത്ത് ന്യൂവാൻസ്. ന്യൂവാൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഒരുപാട് ഷെയ്ഡ്സ് ഉണ്ട്, വളരെ ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യേണ്ടതാണ്. And the court says failed relationship cannot automatically treated as rape. ഇതൊക്കെ കോടതി പറഞ്ഞിരിക്കുകയാണ്. ഇതൊക്കെ കോടതി പറഞ്ഞിരിക്കുമ്പോൾ ഈ 2026 ജനുവരി 8 ജഡ്ജ്മെന്റ് പറയുമ്പോൾ ഇതൊന്നും നമ്മുടെ ലേണഡ് മജിസ്ട്രേറ്റ് കാണുന്നില്ല. അപ്പൊ ലേണഡ് മജിസ്ട്രേറ്റ് ഞാൻ കാണുന്നത് രാഹുൽ മാങ്കൂട്ടത്തിനോട് അല്ല തെറ്റ് ചെയ്തത്. ഷി ഹാസ് ഡൺ എ മിസ്റ്റേക്ക് ടു ഹർ പ്രൊഫഷൻ, which in fact is a mistake she has committed to the state, which means she has committed to the people of India at large, to you and me. ഓക്കെ, അത് സാർ, പക്ഷെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഇപ്പൊ ഇത്തരത്തില് 3 ദിവസം നമ്മളിപ്പോ ചർച്ച ചെയ്ത കാര്യത്തില് 3 ദിവസത്തിനുള്ളിൽ ഇലക്ട്രോണിക് കമ്മ്യൂണിക്കേഷൻ വഴിയുള്ള പരാതികൾക്ക് അക്യൂസ്ഡ് സൈൻ ചെയ്യണം എന്ന് പറയുന്നു. പക്ഷെ ഇവിടെ പരാതിക്കാരി എന്ന് പറയുന്നത് വിദേശത്താണ് എന്നുള്ളത് ക്ലിയർ ആണ്. അപ്പോ അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് നിന്നും ഇങ്ങോട്ട് വരാനുള്ള അങ്ങനത്തെ ചില എക്സെപ്ഷണൽ കേസസ് ഉണ്ടാവില്ലേ? ഇപ്പൊ ഇതുവരെ ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യപ്പെട്ടിട്ടില്ല. അത് പറഞ്ഞിട്ടില്ല. കാരണം പുതിയ നിയമമാണ്. അത് കോടതി, ഹൈക്കോടതിയോ സുപ്രീം കോടതിയൊക്കെയാണ് പറയേണ്ടത്. അവരിവിടെ വന്നിട്ട് പരാതി കൊടുത്താൽ പോരെ? അവര് വിദേശത്തുള്ള ആളാണ്, ശരിയാണ്, അവർക്ക് ഉടനെ എത്താനൊക്കില്ല.
അവർക്ക് ഈ കേസ് പ്രൊസീഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർ ഇവിടെ വന്നിട്ട് പരാതി കൊടുക്കും. അല്ലെങ്കിൽ അവർക്ക് നിയമം അറിയണമെന്നില്ല. അപ്പൊ പോലീസ് പറഞ്ഞു ഇങ്ങനെ നിയമം ഇങ്ങനെയാണ്, അപ്പൊ നിങ്ങൾ എപ്പോഴാണ് ഇവിടെ വരുന്നത്, വന്നു കഴിഞ്ഞാൽ നിങ്ങൾ പരാതി തരൂ, ഞങ്ങൾ ഇമ്മീഡിയറ്റ് ആയിട്ട് എന്ന് പറയണ്ടേ? അങ്ങനെയല്ലേ ചെയ്യണ്ടേ? അവർക്കത് അറിയണമെന്നില്ല പരാതിക്കാരിക്ക്. പക്ഷെ പോലീസിന് ഇത് അറിയണ്ടേ? പോലീസ് പുതിയ നിയമങ്ങൾ വായിച്ച് മനസ്സിലാക്കണ്ടേ? ഒരു ക്രൈം ബ്രാഞ്ചിന്റെ SP ആണ് ഇത് കൊടുത്തത്. ക്രൈം ബ്രാഞ്ചിന്റെ SP ഒക്കെ ഇംഗ്ലീഷ് വായിച്ചാൽ മനസ്സിലാക്കണ്ടേ? ആരെങ്കിലും ചോദിക്കണ്ടേ? അല്ലെങ്കിൽ ആ നിയമം അറിയാവുന്ന ആരോടെങ്കിലും. എന്നെ പോലെ ഞാൻ നിയമജ്ഞനല്ല, അഡ്വക്കേറ്റ് അല്ല, നിയമം പഠിച്ചിട്ടില്ല. ഒരു ലേമാൻ ആയ ജേർണലിസ്റ്റിന് കാണാൻ കഴിയുന്ന കാര്യങ്ങൾ നിയമരംഗത്ത് നിൽക്കുന്നവർക്ക് എന്താ കാണാൻ കഴിയാതെ പോകുന്നത്? അപ്പൊ കാണാൻ കഴിയാത്തതല്ല, അത് ബോധപൂർവമാണ് നമുക്ക് ആരോപിക്കേണ്ടി വരും. അത് ബോധപൂർവമാണ്. അവരിവിടെ വന്നിട്ട് പരാതി കൊടുത്താൽ പോരെ? എന്താ ഇനി പരാതി കൊടുത്തിട്ട് ഇവരിവിടെ വരുന്നില്ല, ഇവരിവിടെ വന്നില്ലെങ്കിൽ സപ്പോസ് അവർ വരുന്നില്ല തീരുമാനിച്ചാൽ എന്താ സംഭവിക്കുന്നത്? നിയമപരമായി നിലനിൽക്കാത്ത ഒരു കേസിന്റെ പിന്നെ അതിനെ ബേസ് ചെയ്ത് രാഹുൽ മാങ്കുട്ടം അല്ലെങ്കിൽ ലെറ്റ് ബി എക്സ് വൈ ഓർ റിസൾട്ട് അയാൾ ജയിലിൽ 7-8 ദിവസം കിടക്കുന്നു. ഇതെന്ത് ജസ്റ്റിസ് ആണ്? എന്ത് റൂൾ ഓഫ് ലോ ആണ്? അതെ. പക്ഷെ ഇവിടെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇങ്ങനെ പരാതി കൊടുത്തിട്ട് കുറച്ചും കൂടി ഡേയ്സ് വേണമെങ്കിൽ കൂട്ടി കൊടുക്കാം എന്നുള്ളത് ഇപ്പൊ ഫസ്റ്റ് ടൈം ആണല്ലോ ഇങ്ങനത്തെ ഈ ഒരു മാനറിലുള്ള ഒരു കേസ് വരുന്നത്. അത് മജിസ്ട്രേറ്റിനുള്ള റൈറ്റ് ഒന്നുമില്ല. അതാണ് ഞാൻ വായിച്ച ജഡ്ജ്മെന്റുകൾ. അങ്ങനെ റൈറ്റ് ഇല്ല. കാരണം ആ ജഡ്ജ്മെന്റ് മുഴുവൻ എ തിങ് മസ്റ്റ് ബി ഡൺ ഇൻ ദ മാനർ പ്രൊവൈഡഡ് ബൈ ദ സ്റ്റാറ്റ്യൂട്ട്. ജയലളിത വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കർണാടക, സ്റ്റേറ്റ് ഓഫ് കേരള വേഴ്സസ് കേരള റെയർത്ത് ലിമിറ്റഡ്. അതിനകത്ത് പറഞ്ഞു ഇഫ് എ സ്റ്റാറ്റ്യൂട്ട് പ്രൊവൈഡ്സ് ഫോർ എ തിങ് ടു ബി ഡൺ ഇൻ എ പെർട്ടിക്കുലർ വേ then it has to be done in that manner and in no other manner. ഇതിൽ കൂടുതൽ എന്താണ് പറയേണ്ടത്? ഒറ്റ കാരണം കൊണ്ട് തള്ളി പോകണ്ടേ? നിങ്ങൾക്ക് ബേസിക് ഒരു കേസ് അടിസ്ഥാനപരമായി നിൽക്കണമെങ്കിൽ പരാതി ഇല്ലാതെയാണ് കേസ് എടുത്തതെന്നല്ലേ ഇതിന്റെ അർത്ഥം, അല്ലേ? കംപ്ലൈന്റ് ആയി മാറണമെങ്കിൽ നമ്മൾ പരാതി കൊടുക്കും. ഞാൻ ഓറൽ പരാതി കൊടുക്കും, അവരത് രേഖാമൂലം എഴുതി എന്നെ വായിച്ചു കേൾപ്പിച്ച് എന്റെ ഒപ്പിട്ട് അപ്പോഴാണ് അത് ആകുന്നത്, അല്ലേ? അതേസമയം ഇതല്ലാത്ത വേറെ ചില ഒഫൻസുകളുണ്ട്. മർഡർ പെട്ടെന്ന് നടന്നു, വിവരം കേൾക്കുമ്പോൾ തന്നെ പോലീസിന് പോയി അന്വേഷിക്കാം. അതൊക്കെ ഇതിന്റെ സബ്സെക്ഷൻ 3 പറയുന്നുണ്ട്. അങ്ങനെയുള്ളൊരു കേസാണെങ്കിൽ നമ്മൾ ഇതിനു വേണ്ടി നിൽക്കാതെ പെട്ടെന്ന് പോവുക. വി ക്യാൻ രജിസ്റ്റർ, അവിടെ പോയി ഇൻവെസ്റ്റിഗേഷൻ നടത്താം, എല്ലാം പോലീസിന് ചെയ്യാം. എന്നിട്ട് സബ്സിക്വന്റ് ആയിട്ട് ഈ കാര്യങ്ങൾ ചെയ്താൽ മതി. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ എന്താണ്, ഒരു പരാതിയെ തുടർന്നാണ് ഈ കേസ് ഉണ്ടാകും, അല്ലേ? ആരെങ്കിലും ഒരു ഫോൺ കോളിൽ കൂടെ വിളിച്ചുകൊണ്ട് ഇവിടെ കൊലപാതകം നടക്കുമെന്ന് പറഞ്ഞിട്ട് ഫോൺ വയ്ക്കുന്ന പോലെ അല്ലേ ഇത്? ഇതൊരു വ്യക്തി ഐഡന്റിറ്റി റിവീൽ ചെയ്തിട്ട് പോലീസിന് പരാതി കൊടുക്കുന്നു. ആ പരാതി കൊടുക്കുമ്പോൾ ആ പരാതി 3 ദിവസം. എന്തിനാണ് ഈ 3 ദിവസം പറയണത്? പണ്ട് ഇലക്ട്രോണിക് നമ്മളൊരു ടെറിട്ടോറിയൽ ജൂറിസ്ഡിക്ഷനിലെ കേസ് കൊടുക്കാനൊക്കെ ഉള്ളൂ. അത് മാറ്റിയിട്ട് എവിടെയുള്ളവർക്കും, ഇപ്പൊ ഇവര് വിദേശത്തായിരിക്കണമെന്നില്ല. ഇപ്പൊ വേറെ ഞാനിപ്പോ ബോംബെയിലാണ്, എനിക്ക് ഇവിടെ വെച്ചാണ് സംഭവം നടന്നത്. ഞാൻ ഇമ്മീഡിയറ്റ് കേസ് കൊടുക്കുന്നു, ഇവിടെ വരുന്നു. ഇനി ദൂരെയാണെന്നുണ്ടെങ്കിൽ അവർ വന്നിട്ട് കേസ് കൊടുക്കണം. അവർ വന്നിട്ട് കേസ് കൊടുക്കുന്നതിന് അവരെ തടസ്സം നിന്ന് എന്താണ്? അവർക്ക് കേസ് കൊടുത്തു കഴിഞ്ഞാൽ വരണം എന്നുണ്ടെങ്കിൽ വന്നിട്ട് കേസ് കൊടുത്താലും പോരെ. അവർക്കിതൊന്നും അറിയില്ലെങ്കിൽ പോലീസ് അവരോട് പറയണ്ടേ, നിയമം ഇതാണ് അനുശാസിക്കുന്നത്, അതുകൊണ്ട് മാഡത്തിന് എന്ന് വരാനൊക്കും ആ ദിവസം വരൂ, നമുക്ക് അപ്പൊ തന്നെ കേസ് രജിസ്റ്റർ ചെയ്യാൻ, നമുക്ക് ബാക്കി കാര്യം പ്രൊസീഡ് എന്ന് വേണ്ടേ പറയാൻ. അതെ, തീർച്ചയായും. ഇനി ഇവരുടെ ജെനുവിൻ ആണോ എന്നുള്ളത്, ഈ ആളുടെ ഇമെയിൽ ജെനുവിൻ ആണെന്ന് ഇവർക്ക് എങ്ങനെ അറിയാം? ഇവര് വാട്സപ്പിൽ കൂടെ ചാറ്റ് ചെയ്യുന്നുണ്ട്. വാട്സപ്പിൽ നിന്ന് കൂടെ ഈ വ്യക്തിയാണെന്ന് ഇവർക്ക് എങ്ങനെ അറിയാം? ഷീ ഈസ് നോട്ട് ദ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. എല്ലാവർക്കും അറിയാൻ മാത്രമായിട്ട് അറിയാമോ? ഇവർക്ക് പോലീസുകാർക്ക് അറിയാമോ ഈ വ്യക്തി ആരാണ്? പക്ഷെ വീഡിയോഗ്രാഫ് വഴി അവരുടെ മൊഴി എടുത്തു എന്നുള്ളത് പറയുന്നുണ്ടല്ലോ. അതെ, പക്ഷെ അവരാണെന്നുള്ള ഞാൻ ചോദ്യം, ഇമെയിൽ അയച്ച ആളാണ് മൊഴി എടുത്തതെന്ന് നിങ്ങൾ എങ്ങനെ തെളിയിക്കും? നമുക്ക് 100 ഫാൾസ് ഇമെയിൽ ഉണ്ടായിക്കൂടെ? ഞാൻ വേറൊരാളെ അവിടെ നിർത്തിക്കൂടെ? അതാണ് വെച്ചാൽ ആ സ്ത്രീ മെയിൽ അയച്ച സ്ത്രീയാ, 2 ഒന്നാണെന്ന് അറിയാനായിട്ട് ആ സ്ത്രീയെ ലോകം മുഴുവൻ അറിയുന്നതല്ലോ. അതന്നെ നമ്മൾ പ്രസിഡന്റ് മുർമു അല്ലല്ലോ. നമുക്ക് അവരെല്ലാരും അറിയാനായിട്ട്. ഷീസ് എ ന്യൂ പേഴ്സൺ, അല്ലേ? അതെ, തീർച്ചയായും. ആ ന്യൂ പേഴ്സണും ഇമെയിൽ കൊടുത്ത ആൾ ഒന്നാണെന്ന് ഇവരോട് ആരെ പറഞ്ഞെന്ന്? ഇവരെങ്ങനെ തെളിയിക്കണമെന്നേ പോലീസ്? ഇവരോട് ഒരേ വ്യക്തി ആയിരിക്കും, പക്ഷേ നിയമം അവരുടെ 3 ദിവസത്തിന് അവരുടെ ഇമെയിലിൽ വന്ന അവരുടെ പരാതിക്ക് അത് രേഖാമൂലം FIR ആക്കി മാറ്റണം എന്ന് പറയുമ്പോൾ അതൊന്നും ചെയ്യാതെ വാട്സപ്പിൽ കൂടെ എടുത്തിട്ട് വാട്സപ്പിൽ കൂടെ ശിക്ഷ ഇവർ നടത്ത്. ഇവർ കോടതി പോകണ്ട, വാട്സപ്പിൽ കൂടെ കോടതി വിചാരണയൊക്കെ നടത്ത്, വാട്സപ്പിൽ കൂടെ ശിക്ഷയും കൊടുത്തേക്ക്. എന്തൊരു സ്റ്റുപ്പിഡ് ആർഗ്യുമെന്റ്സ് ആണ് ഇവരുടെ. CCTVയും വാട്സപ്പും ഇല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനൊക്കെ അടച്ചു പോകുന്നതാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. ഒരു ക്രൈം നടത്തിയാൽ CCTV ഇല്ല, അതുകൊണ്ട് അന്വേഷിക്കാറില്ല. പക്ഷെ ഇവിടെ ഒരു വനിതാ
ഉദ്യോഗസ്ഥയുടെ നേതൃത്വത്തിൽ തന്നെ അവർ തന്നെ ഡയറക്റ്റ് വീഡിയോ വഴി തന്നെ അവരുടെ വീഡിയോ കോൺഫറൻസ് വഴി തന്നെ മൊഴി എടുത്തു എന്നുള്ളതാണ് ഇപ്പൊ പറയുന്നത്. അപ്പൊ അത് ഒരു കണക്കിനും സഹായകമാകില്ല എന്നാണ് സാർ പറയുന്നത്. ഇപ്പോ ഞാൻ പറയുന്നത്, നിയമം പറയുന്നത് അവർ ഇൻ പേഴ്സൺ വന്ന് കൊടുക്കണം, വാട്സപ്പിൽ കൂടെ എടുക്കാമെന്ന് നിയമത്തിൽ പറഞ്ഞിട്ടില്ല. പറയാത്ത കാര്യങ്ങൾ ചെയ്യാൻ അർഹതയില്ല. എ തിങ് മസ്റ്റ് ബി ഡൺ ഇൻ എ മാനർ പ്രൊവൈഡഡ് ബൈ ദ സ്റ്റാറ്റ്യൂട്ട് എന്ന് കൃത്യമായി പറഞ്ഞിരിക്കണം, മനസ്സിലായ? ആൻഡ് വെൻ ഇറ്റ് ഹാസ് ടു ബി ഡൺ ഇൻ ദ മാനർ ആൻഡ് ഇൻ നോ അതർ മാനർ. ഇറ്റ് ഹാസ് ടു ബി ഡൺ ഇൻ ദ മാനർ, ഇൻ ദാറ്റ് മാനർ ആൻഡ് ഇൻ നോ അതർ മാനർ എന്ന് ജയലളിത വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കർണാടകയിൽ പിന്നെ 5 കേസുകളിലും പറയുന്നു. അല്ല, പറഞ്ഞ പോലെ ചെയ്യാവും, നിങ്ങൾക്ക് തോന്നിയത് ചെയ്യാനൊക്കില്ല. അതാണ് ഞാൻ ചോദിക്കുന്നത്. ഈ പരാതി കൊടുത്ത ആളാണ് വാട്സപ്പിൽ കൂടെ വന്നതെന്നുള്ളതിന് ഇവർക്ക് എന്ത് തെളിവുണ്ട്? എനിക്കൊരു തെറ്റായ ഒരു ഇമെയിൽ ഉണ്ടായിക്കൂടെ? ഇതൊക്കെ ഈ ക്രൈം നമ്മുടെ ഇവിടെ ക്രൈം ഡിറ്റക്ട് ചെയ്യാനുള്ള ഇതും ക്രൈം വരെ ഒരു വലിയ വലിയ സ്ഥാപനങ്ങളുടെ എന്താണ് സോഫ്റ്റ്വെയർ അവരുടെ മെറ്റീരിയൽ മുഴുവനും ഹാക്ക് ചെയ്ത് നശിപ്പിച്ച് കളയുന്ന ഒരു ലോകത്ത് ഒരു വ്യക്തി പരാതി ഇമെയിലിൽ വരുന്നു, എന്നിട്ട് അവർ വാട്സപ്പ് എടുക്കുന്നു. ഇവർ ആരാണ് ഇതൊക്കെ ചെയ്യുന്നത്? ഇവർക്ക് എന്തൊരു റൈറ്റ് ഒന്നും ഇല്ലല്ലോ. ഷാൽ എന്ന് പറഞ്ഞാൽ ഷാൽ ആണ്. ഇറ്റ്സ് എ കമാൻഡ്. നിയമത്തിന്റെ, എന്റെ നിങ്ങളുടെ അല്ല, നിയമം ഉണ്ടാക്കിയ കമാൻഡാണ്. ഇറ്റ് ഇസ് മാൻഡേറ്ററി. ഇവർക്ക് മാറ്റാനുള്ള റൈറ്റ് ഒന്നുമില്ല, തോന്നിയ പോലെ എഴുതാനുള്ള റൈറ്റ് ഒന്നുമില്ല ഇവർക്ക്. ഇത് മുഴുവൻ തെറ്റാണത്. അത് മനഃപൂർവ്വം ചെയ്യുന്നതാണ് ഇതെല്ലാം. ഞാൻ പറഞ്ഞ രാവിലെ ദേശാഭിമാനിയും വായിക്കുകയും വൈകിട്ട് കൈരളി ന്യൂസ് ചാനൽ കാണുന്നതിന് ഇടയ്ക്ക് എന്തെങ്കിലും ഈ ലാ ജേർണൽസ് ഒക്കെ ഇടയ്ക്കിടയ്ക്കൊന്ന് മറിച്ച് നോക്കിയാൽ കൊള്ളാം, അല്ലെങ്കിൽ ഇതുപോലെ ഇരിക്കും. ഓക്കെ സർ. അപ്പോൾ ഈ ചെയ്തിരിക്കുന്ന കാര്യങ്ങളൊക്കെ തെറ്റാണെന്നുള്ളത് ഈ ഒരു ഒറ്റ സംഭവത്തിൽ തന്നെ തെളിയുമ്പോൾ ഈ കേസ് അവിടെ കൊണ്ട് തന്നെ തള്ളിപ്പോകേണ്ട രണ്ടാമത്തെ പോയിന്റ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. തള്ളിപ്പോകണ്ടാണല്ലോ ഈ കേസ്. there is no case. പക്ഷെ ഇവിടെ അതെ, അപ്പൊ മജിസ്ട്രേറ്റിന് തെറ്റുപറ്റി എന്നുള്ളത് കൊണ്ട് മജിസ്ട്രേറ്റിനെതിരെ നടപടി വരാനുള്ള യാതൊരു ചാൻസും ഇല്ലല്ലോ. അവര് നിയമം കൊണ്ട് തന്നെ അവർ പ്രൊട്ടക്റ്റഡ് അല്ലേ? അതെ, ജുഡീഷ്യൽ ഓഫീസേഴ്സ് പ്രൊട്ടക്ഷൻ അനുസരിച്ച് അവര്. അപ്പൊ എന്തിനാണ് അങ്ങനെ പ്രൊട്ടക്ഷൻ കൊടുത്തിരിക്കുന്നത്? അവര് സത്യസന്ധമായി നീതിപീഠത്തിന് കണ്ണുകെട്ടിയിരിക്കുകയാണ്. സത്യസന്ധമായി എവിഡൻസുകളുടെ ബേസിസിൽ നീതി നിർവഹണം നടത്തുന്ന അവരെ അകാരണമായി നിയമപ്രശ്നങ്ങളിലിട്ട് നിയമക്കുരുക്കിലിട്ട് ബുദ്ധിമുട്ടിക്കരുത്. അപ്പൊ നിയമവാഴ്ച നടപ്പിലാവില്ല എന്നത് അത്രയും ഉത്തരവാദിത്തോടുകൂടിയാണ് അവരെ കൊടുത്തത്, മനസ്സിലായോ? ഒരു ജഡ്ജിന് അത്രമാത്രം ഉത്തരവാദിത്വവും ട്രസ്റ്റും നമ്മുടെ നാട് സ്റ്റേറ്റ് കൊടുത്തിരിക്കുകയാണ്. അപ്പൊ ബ്രീച്ച് ഓഫ് ട്രസ്റ്റാണ് അവിടെ നടത്തണേ. നമ്മൾ ഒരാളെ എല്ലാം വിശ്വസിച്ച് ഏൽപ്പിക്കുമ്പോൾ അയാള് അത് അതുപോലെ ചെയ്യണം. ചെയ്തില്ലെങ്കിൽ എന്താണ്, നമ്മുടെ നാട്ടിൽ അതിനുള്ള നിയമങ്ങളില്ല. പക്ഷെ നമ്മൾ ഇതുപോലെ ചർച്ച ചെയ്യുമെങ്കിലും വേണം. ഇവർ കാണിക്കുന്ന മര്യാദകേടുകൾ, ബോധപൂർവമോ അല്ലാതെ ചെയ്യുന്ന മര്യാദകേടുകൾ, അജ്ഞത കൊണ്ടോ അല്ലെങ്കിൽ പ്രോപ്പർ നോളജ് ഇല്ലാത്തതുകൊണ്ടോ ചെയ്യുന്ന കാര്യങ്ങൾ, ഇത് ചർച്ച ചെയ്യണമെന്ന്. അത് രാഹുൽ മാങ്കുട്ട ലെറ്റ് ഇറ്റ് ബി എക്സിക്യൂട്ടീവ്, ഇറ്റ് ക്യാൻ ബി യു ഓർ മീ. ആൻഡ് നമ്മളോട് ഇത് ചെയ്യുന്ന ആരാണ്? ദ സ്റ്റേറ്റ് ഈസ് കമ്മിറ്റിംഗ് എ ക്രൈം അഗൈൻസ്റ്റ് ആൻ ഇൻഡിവിജ്വൽ. ഹൗ ക്യാൻ യു ടോളറേറ്റ് ദാറ്റ്? Now here is a case where an individual has allegedly committed a crime against a woman. Now in this particular instance the state has committed a crime against Rahul Manguttam. ഏതിനാണ് ഡയമെൻഷൻ കൂടുതൽ? ഉറപ്പായിട്ടും ഒരു മജിസ്ട്രേറ്റിന്റെ ഒരു വരി തെറ്റുന്നത് അല്ലെങ്കിൽ അവർ കാണിക്കുന്നൊരു ബ്രീച്ച് ഓഫ് കാര്യത്തിന്റെ പേരിൽ ഒരാളുടെ ജീവിതം തന്നെ കുറെ നാളുകളിലേക്ക് അങ്ങ് മാറിപ്പോവാണ് കംപ്ലീറ്റ്ലി. പക്ഷെ അയാൾ ഈ നമ്പിനാരായണനൊക്കെ കേസ് കൊടുത്ത പോലെ he should file for heavy damage. സ്റ്റേറ്റിനല്ല, പേഴ്സണലി അഗേൻസ്റ്റ് ദ ജഡ്ജും കൂടെ കൊടുക്കണം. അങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇത് ഇവിടെ വെച്ച്, കാരണം അയാൾക്ക് വേണ്ടിയിട്ടല്ല അത് ചെയ്യേണ്ടത്. സിൻസ് ഹി ഈസ് എ പൊളിറ്റീഷ്യൻ, ഹി ഷുഡ് ഡു ഇറ്റ് ഫോർ ദ വെൽഫെയർ ഓർ ദ ബെനിഫിറ്റ് അറ്റ് ലാർജ്. നാളെ ഇതൊന്നും കഴിവില്ലാത്ത ഒരു മനുഷ്യന് നമുക്ക് എങ്ങനെ അറിയാം? ഈ ജയിലിൽ കിടക്കുന്ന എത്ര പേരൊക്കെ ഇങ്ങനെയൊക്കെയാണെന്ന് നമുക്ക് എങ്ങനെ അറിയാവുന്നതെന്ന്? നമ്മളിത് ചർച്ച ചെയ്യുന്നുണ്ടല്ലേ നമ്മൾ ഈ ജഡ്ജ്മെന്റ് ഒക്കെ വായിക്കുന്നത്, അല്ലേ? ഉറപ്പായിട്ടും. അതായത് പണ്ട് നമ്മൾ പോകുമ്പം ഞങ്ങൾ ഈ പേം എന്ന് പറയുന്ന NGO വർക്ക് ചെയ്യുമ്പോൾ ഈ സെക്സ് വർക്കേഴ്സിന്റെ ഒരു കൂടെ ഉള്ള ഒരു പ്രോജക്റ്റ് ആയിരുന്നു. അപ്പൊ ഞാൻ എന്റെ ചെയർമാനായിരുന്നു പറയുന്ന ആൾ. അപ്പോഴാണ് നമ്മൾ മനസ്സിലാവുന്നത് ഈ സെക്സ് വർക്കേഴ്സിനെ എല്ലാം പിടിച്ച് ജയിലിലിടുന്നു, ഓരോ കാര്യങ്ങൾ പറഞ്ഞു. അപ്പൊ ആ നിയമം എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി NR മാധവമേനൻ എന്ന് പറഞ്ഞ ഒരു ലീഗൽ ല്യൂമിനറി ഉണ്ടായിരുന്നു. വാസ് ലാ കമ്മീഷൻ മെമ്പറൊക്കെ ആയിരുന്നു. പോണ്ടിച്ചേരിയിലെ ലാ യൂണിവേഴ്സിറ്റി, ബാംഗ്ലൂരിലെ ലാ യൂണിവേഴ്സിറ്റി ഒക്കെ തുടങ്ങുന്ന ലീഗൽ ല്യൂമിനറി. പുള്ളിയെ ഞങ്ങൾ ക്ലാസ് എടുക്കാൻ വിളിച്ചിട്ട് പുള്ളി വന്ന് ക്ലാസ് എടുക്കുമ്പോൾ പുള്ളി പറയുന്നു, ഇമോറൽ ട്രാഫിക് പ്രിവെൻഷൻ ആക്ട് അനുസരിച്ച് ബൈയിങ് സെക്സ് ഓർ സെല്ലിംഗ് സെക്സ് ഈസ് നോട്ട് ആൻ ഒഫൻസ്. ഇറ്റ് ഹാസ് നെവർ ബീൻ ആൻ ഒഫൻസ് ഇൻ ഇന്ത്യ. ബട്ട് മേക്കിംഗ് മണി ഔട്ട് ഓഫ് ദാറ്റ് ബൈ someone else
ഈസ് എ പണിഷബിൾ ഒഫൻസ്. അയാൾക്ക് പിമ്പിങ് ഈസ് എ പണിഷബിൾ ഒഫൻസ്. പിന്നെ പൊതുസ്ഥലത്ത് നിന്ന് നിങ്ങൾ യു ഷുഡ് നോട്ട്, സ്ത്രീകൾ അവിടെ മറ്റുള്ളവരെ ഇങ്ങനെ NTC ചെയ്ത് വിളിക്കരുത്, സോളിസിറ്റ് ചെയ്യില്ല എന്നൊരു കുറ്റമുണ്ട്. ഇവരെ മുഴുവൻ കേസ് എടുക്കുമ്പോൾ ഇവർ റോഡിൽ നിന്ന് മദ്യപിച്ചു എന്നാണ് ഈ കേസുകൾ. മദ്യപിച്ച് റോഡിൽ നിൽക്കുന്ന പുരുഷന്മാർക്കെതിരെ കേസ് എടുത്തിട്ടുണ്ട്? ഇല്ലല്ലോ. അന്ന് സമൂഹത്തില് ഇത് ഈ നമ്മൾ ഹോട്ടലിലൊക്കെ റെയ്ഡ് ചെയ്യത്തില്ലേ? എന്തിനാണ് റെയ്ഡ് ചെയ്യുന്നത്? ഞാനൊരിക്കൽ ഈ എന്റെ ഈ ISR കേസിന്റെ ഇടയിൽ ആ സമയത്തും പിന്നെ നന്ദകുമാറിനെ അറസ്റ്റ് ചെയ്തൊക്കെയുള്ള സമയത്ത് നന്ദകുമാറുമായി ബന്ധപ്പെട്ട് 120B ക്രിമിനൽ കോൺസ്പിറസി എനിക്കെതിരെ എടുക്കുക. ആ സമയം ISR കേസൊക്കെ നടക്കണം. അപ്പൊ എന്റെ ഫോൺ ടാപ്പ് ചെയ്യുന്നു എനിക്ക് എന്റെ സുഹൃത്തുക്കള് പോലീസിൽ തന്നെ ഉള്ള സ്പെഷ്യൽ ബ്രാഞ്ചിൽ പറഞ്ഞു. ഞാൻ പിന്നെ ടാപ്പ് ചെയ്തിട്ട് ഞാൻ ഫോണിൽ പറയുന്നൊക്കെ വെളിയിലും പറയുന്നുണ്ടോ? ഐ എം നോട്ട് അഫ്രൈഡ് ഓഫ് ഓൾ ദീസ് തിങ്സ്. ഞാൻ ഫോണിൽ വിളിച്ച് റൂം ബുക്ക് ചെയ്താണ് എറണാകുളത്ത് ഒരു ഹോട്ടലിൽ പോകുന്നത്. ആ ഹോട്ടലിൽ പോയി ഞാൻ കിടക്കുന്നു. എന്റെ ഫോട്ടോഗ്രാഫർ രാവിലെ വരുന്നു പറയുന്നു. രാത്രി എപ്പോഴായപ്പോൾ കതക് തട്ടി നോക്കുമ്പോൾ പോലീസ്, സ്ത്രീകള്, മറ്റു കുറെ എല്ലാവരും വന്ന് ഇപ്പോൾ ഉണ്ട്. എനിക്ക് മനസ്സിലായ റെയ്ഡാണ്. അപ്പൊ എന്റെ മുറി റെയ്ഡ് ചെയ്തിട്ട് എന്റെ മുറിയിൽ ഒരു സ്ത്രീയെ കണ്ടു, നാളെ വാർത്ത കൊടുക്കാനായിട്ടാണ്. അപ്പൊ ഞാൻ തിരിച്ച് കയറി കിടന്നു കട്ടില്. അതുകൊണ്ട് അവര് പറഞ്ഞു ആളും അഡ്രസ്സും ഒക്കെ പറഞ്ഞിട്ട് കയറി കിടന്നാൽ മതി. ഞാൻ പറഞ്ഞു എന്റെ ഐഡന്റിറ്റി കാർഡ് ഉണ്ട്, അത് നോക്കി കുറിച്ചെടുക്കാൻ പറഞ്ഞു. അതുകൊണ്ട് ഒരാൾ നോക്കിയിട്ട് അയാൾ പറഞ്ഞു സാർ ഒരു ജേർണലിസ്റ്റ് ആണ്. ഉടനെ തന്നെ എനിക്ക് പോവാം. അപ്പൊ ഞാൻ ചാടി ജേർണലിസ്റ്റുകൾ ഇതൊന്നും ചെയ്യത്തില്ലെന്ന് വെച്ചു. ഇവിടെ വന്നത് സ്ത്രീ ഉണ്ടോ നോക്കാനല്ലേ, വന്ന് നോക്കി എന്റെ കട്ടിലിന്റെ താഴെ നോക്കി, എന്റെ ബാത്റൂം നോക്കി, എന്റെ അലമാര നോക്കി, ഇല്ല എന്ന് പറഞ്ഞതിന് ശേഷം ഇവിടുന്ന് പോയാൽ മതി എന്ന് പറഞ്ഞു. അല്ല, ഞങ്ങൾക്ക് അതിനുള്ള റൈറ്റ് ഉണ്ട്. അവന് എന്ത് റൈറ്റ്? ജോലി കഴിഞ്ഞ് വന്ന് കിടക്കുന്ന എന്നെ 2 മണിക്ക് തട്ടി വിട്ട് എന്റെ മുഖം കാണാനുള്ള റൈറ്റ് നിങ്ങൾക്ക് ആരാ തന്നെ? ആദ്യം നിങ്ങൾ ചെയ്തില്ലെങ്കിൽ ഈ നിമിഷം തൊട്ട് നിങ്ങളുടെ സിറ്റി പോലീസ് കമ്മീഷൻ ഉറങ്ങത്തില്ല. ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് അയാളെ വിളിച്ചുകൊണ്ടിരിക്കുന്നു. അയാളും പണിയെടുക്കണം, സ്വസ്ഥമായിട്ട് ഉറങ്ങണ്ടെന്ന്. അവര് നോക്കി, എല്ലായിടും നോക്കിയിട്ട് ഒന്നുമില്ല. ഞാൻ പറഞ്ഞു ഇനി ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾക്ക് അസുഖം വരുമെങ്കിൽ നോക്കണം, ഞാൻ കഥ അടയ്ക്കുന്നില്ല കേട്ടോ എന്ന് പറഞ്ഞു. അപ്പൊ നമ്മളെ ഭീഷണിപ്പെടുത്തിയാണ്. യഥാർത്ഥത്തിൽ എനിക്ക് ആ നിയമം അറിഞ്ഞില്ലാതെ ഞാൻ ഭയപ്പെട്ടു പോയേനെ. അതെ, ഭയപ്പെട്ടു പോയി. അപ്പൊ അന്ന് ഈ സ്ത്രീകളെ മുഴുവൻ കേസെടുക്കുമ്പോ എന്തിനാന്ന് ആരും ചോദിച്ചിട്ടില്ല. അന്ന് എന്തൊരു മര്യാദ കേട്. അപ്പൊ ഞങ്ങൾ അന്ന് ചോദിച്ചാൽ ഇവിടുത്തെ എഞ്ചിനീയേഴ്സ്, ഡോക്ടേഴ്സ് ആയിട്ടുള്ള കുറെ ആളുകൾ പറഞ്ഞു അവരൊക്കെ ഇവർക്ക് ജാമ്യം എടുക്കാൻ വന്നു. ഇപ്പൊ നിങ്ങൾ നോക്ക്, എവിടെയാണ് ഈ സെക്സ് ട്രേഡ് നടക്കുന്ന സെക്സ് വർക്കേഴ്സിനെ അറസ്റ്റ് ചെയ്യുന്ന കേസുകൾ നിങ്ങൾ അങ്ങനെ കാണാറുണ്ടോ? ഇല്ല. അത് ഫൈറ്റ് ചെയ്യുന്നോണ്ടാണ്. ഇത് രാഹുൽ മാങ്കൂട്ട ഫൈറ്റ് ചെയ്യണം തിരിച്ച്. കാരണം അയക്ക് വേണ്ടി മാത്രമല്ല ഇത് ഫൈറ്റ് ചെയ്യേണ്ട കാര്യം. ഇങ്ങനെ ഈ മജിസ്ട്രേറ്റന്മാർ ഇങ്ങനെ വെറുതെ വിടല്ലേ? ഇപ്പൊ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം അദ്ദേഹം ഇത്രയും ഒരു MLA ആയതുകൊണ്ടും ഇങ്ങനെ പുറത്തു വരുന്ന കാര്യങ്ങളായതുകൊണ്ടും നമ്മൾ ചർച്ച ചെയ്യുന്നത് കൊണ്ടാണ് നമുക്ക് ഇതിലെ ഇത്രയും വലിയ കള്ളക്കളികൾ മനസ്സിലാവുന്നത്. അപ്പൊ ഇത്തരത്തിൽ ചർച്ച ചെയ്യപ്പെടാതെ പോയി എത്രയോ നിരപരാധികള് അല്ലെങ്കിൽ തള്ളിപ്പോകേണ്ട കേസിൽ എത്രയോ പേരുടെ ജീവിതം ഇതുപോലെ ഹോമിക്കപ്പെട്ടിട്ടുണ്ടാവും. എത്രയോ പേര് ജയിലിൽ കിടക്കണം. നല്ലൊരു ശതമാനം പേര് ഇങ്ങനെയുള്ളവരൊക്കെ ആയിരിക്കണം. നമുക്ക് ആർക്കറിയാം? നമ്മൾ ആരും ഇതൊക്കെ നോക്കണേ? അതെ, ഈ ഒരു വിഷയം ചർച്ചയായതുകൊണ്ട് മാത്രം നമുക്കിത് മനസ്സിലാവുന്നു. അപ്പൊ ഇതുപോലെ എത്ര ജഡ്ജിമാർക്കെതിരെ ഇങ്ങനത്തെ അന്വേഷണങ്ങൾ ശരിക്കും നടത്തി കഴിഞ്ഞാല് അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മുടെ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ DY ചന്ദ്രചൂഡ് നിയമപരമായി കാണിച്ച ലീഗൽ റേപ്പ് ആണ് അയാൾ നടത്തിയത്. He was doing legal rape. അയാൾക്കെതിരെ എന്ത് ചെയ്തു? ഭരണഘടന റേപ്പ് ചെയ്യാണ് അയാൾ ചെയ്തത്. പല ജഡ്ജ്മെന്റിൽ അയാൾ എന്ത് ചെയ്തു അയാൾക്കെതിരെ? അപ്പൊ നമുക്ക് അങ്ങനെ ഇവരുടെ ഉത്തരവാദിത്വം നമ്മൾ കൊടുക്കുമ്പോൾ, ആ ഉത്തരവാദിത്വം വലിയ ട്രസ്റ്റ് നമ്മൾ കൊടുക്കുമ്പോൾ അതിന് ഉയർന്ന രീതിയിലാണ് അവർ പെരുമാറേണ്ടത്. ഉറപ്പായിട്ടും. സത്യത്തില് ഇങ്ങനെ വരുമ്പോഴത്തേനും അന്വേഷണം ശരിക്കും ജഡ്ജിക്കെതിരെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇൻ കേസ് പുറത്തിറങ്ങി കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഈ ജഡ്ജിക്കെതിരെ തിരിഞ്ഞ് പരാതി കൊടുക്കാൻ പറ്റിയാൽ പോലും അവരെ പ്രൊട്ടക്ട് ചെയ്യാൻ നിയമം ഉള്ളപ്പോ ഈ കേസ് എങ്ങോട്ടും പോകാൻ പോകുന്നില്ലല്ലോ സർ. അവർക്കെതിരെ അങ്ങനെ പരാതി കൊടുക്കാൻ ഒക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. ജുഡീഷ്യൽ ഓഫീസേഴ്സ് പ്രൊട്ടക്ഷൻ ആക്ട് അനുസരിച്ച് അവർ പ്രൊട്ടക്റ്റഡ് ആണ്. അവർക്കെതിരെ നിയമ നടപടി എടുക്കാൻ നിയമ നടപടി എടുക്കണമെങ്കിൽ ഒരുപക്ഷെ ഈ മജിസ്ട്രേറ്റിന്റെ ചാർജുള്ള ഹൈക്കോടതിയിലെ ജഡ്ജിമാർക്ക് ഓരോ ഏരിയ ചാർജ് ഉണ്ട്. അപ്പൊ അവർക്ക് പരാതി കൊടുക്കുകയാണെങ്കിൽ അവർക്ക് ഈ പരാതി പരിശോധിക്കാവുന്നതാണ്. ഹൈക്കോടതിക്കാണ് പരാതി കൊടുക്കുന്നത്. എനിക്ക് എന്റെ കൃത്യം അറിയത്തില്ല. പക്ഷെ നമ്മൾ മറ്റുള്ളവരെ പരാതി കൊടുക്കുന്ന പോലെ ജുഡീഷ്യൽ ഓഫീസേഴ്സിന് പരാതി കൊടുക്കാനൊക്കില്ല. അപ്പോഴും എന്തെങ്കിലും ഒരു കടുകുമണിയോളം സാധ്യത ഉണ്ടെങ്കിൽ അത് എക്സ്പ്ലോയിറ്റ് ചെയ്യണം, ചൂഷണം ചെയ്ത് അത് അപ്ലൈ ചെയ്യണം എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. ഉറപ്പായിട്ടും സാർ.